ഇപ്പോൾ വാർഡ് മെമ്പർ ശ്രീമതി സന്ധ്യ ടെലിഫോണിലുണ്ട്. സന്ധ്യയ്ക്ക് വളരെ കാലങ്ങളായി അറിയാവുന്നതാണ് മഹേഷിനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയൽവാസി കൂടിയാണെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ക്രൂരമായ മർദ്ദനത്തിനിരയായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആശുപത്രി ജീവനക്കാരുടെ മർദ്ദനം കൊണ്ട് ഈ യുവാവ് മരണമടഞ്ഞു എന്നൊക്കെയുള്ളത് വളരെ ദുഃഖമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. ഈ വിഷയം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? താങ്കൾക്ക് ഇതേക്കുറിച്ച് കൂടുതലായി എന്താണ് പറയാനുള്ളത് സന്ധ്യ? ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കെന്ന് പറയാൻ ഞാൻ ഞായറാഴ്ച ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞിന്റെ കൈയും കാലും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കണ്ട ഉടനെ ചേച്ചിയും വിളിച്ചിട്ടാണ് അവൻ കരയുന്നത്. ചേച്ചി എന്നെ കെട്ടിയിട്ടിരിക്കുന്നു, എന്നെ അവക്കാൻ പറ, ചേച്ചി അവക്കാൻ പറ എന്നാ എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് മഹേഷ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉറങ്ങുമ്പം നല്ലോണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോവാം, നീ ഉറങ്ങും മോനെ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ അവുത്ത് വിടാൻ പറ. ഒരേ എന്ന് വെച്ചാൽ ഞാൻ എന്റെ മഹേഷ് എന്ന് പറയുന്നത് അവൻ 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞങ്ങൾ ആ വീടുമായിട്ട് ഫാമിലിയായിട്ട് ബന്ധമുള്ള ഫാമിലിയാണ്. അപ്പൊ ആ ഒരു സ്നേഹബന്ധം ഇത്രയും നാളാണെങ്കിലും ഞാൻ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും എന്റെ അനിയനെ പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നത്. പക്ഷെ ഞാൻ ആ കുഞ്ഞിന്റെ ആ കെട്ടി 2 കൈയും കാലും കെട്ടിയിട്ടിരുന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് വേദന ഉണ്ടായി. പക്ഷെ മാമി പറഞ്ഞു, മക്കളെ ഇറങ്ങി ഓടുന്നുള്ളതുകൊണ്ടാണ് മക്കളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോഴാണ് മാമിന്റെ ഇത് പറഞ്ഞത്, വെള്ളിയാഴ്ച ഇതുപോലെ അവൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് മുകളിലോട്ട് എങ്ങാണ്ട് നിലയിലോട്ട് പോയപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ പിടിച്ചുകൊണ്ട് വന്ന് വിളിച്ച് കൊണ്ടുവന്ന് കട്ടിലിൽ കിടത്തി പിള്ളേരെ കെട്ടിയിട്ട് പിള്ളേരുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ അമർത്തി പിടിക്കുകയും നെഞ്ചിലൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാമി നമുക്ക് ഹോസ്പിറ്റലുകാർക്ക് പരാതി കൊടുക്കേണ്ടത് പറഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ RMOക്ക് പരാതി പറഞ്ഞു മക്കളെ. പിറ്റേ ദിവസം രാവിലെ സ്വാമി എങ്ങാണ്ട് വരും, അപ്പോഴത്തേക്ക് RMO കാണാം എന്ന് പറഞ്ഞു എന്നാണ് മാമി അടുത്ത് എനിക്ക് നിർദ്ദേശമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ അത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് പിന്നെ ഇൻവോൾവ് ആയി ഒന്നും ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ കുഞ്ഞാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, നാളെ അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നു. മീൻസ് നമുക്കറിയില്ല മരുന്ന് എന്താണ്, ഇഞ്ചക്ഷൻ വെക്കുന്നത് എന്തൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിന് വലിയ രീതിയിൽ പോയില്ല. തിരിച്ച് അവന് കുറഞ്ഞ് നമ്മൾ വന്നതിന് ശേഷം അതിന്റെ ബാക്കി നടപടിയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് നോക്കിയിട്ട് ഞായറാഴ്ച ഇങ്ങനെ വരുന്നു. തിങ്കളാഴ്ച ഇരുന്ന് വൈകുന്നേരം എന്റെ ഫോണിൽ ഇന്ന് സംസാരിച്ചു, ചേച്ചി എനിക്ക് ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരാത്ത എന്തെന്നിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വാങ്ങിക്കൊണ്ടുവരാൻ, ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞിട്ടാണ് മോനെ വാങ്ങാത്തതെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അന്ന് തിങ്കളാഴ്ച വൈകുന്നേരം എന്നോട് ഫോണിൽ സംസാരിക്കുന്നു. അവൻ ചൊവ്വാഴ്ച മാമി എന്നെ വൈകുന്നേരം വിളിച്ചു, 6:30 മണിയെന്തോ ആവും. മാമി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മക്കളെ അവന് മണികണ്ഠന് വയ്യ, മക്കളെ ഓടി വാ എന്ന് പറഞ്ഞു. ഞാനും മണികണ്ഠൻ എന്ന് പറയുന്നത് മഹേഷാണ്, പുള്ളിയുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മണികണ്ഠൻ എന്നുള്ളത്. അപ്പൊ ഞാനും മൂത്ത ചേട്ടനും കൂടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിയപ്പോൾ മാമി കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അവന് വയ്യ വീഴുന്നു. മൂത്രം ഒഴിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്നപ്പോൾ തന്നെ പിള്ള കുഴഞ്ഞു വീണു. ICUലായിട്ട് അവർ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പറയാ കാർഡിയക് അറസ്റ്റ് കുട്ടി മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നത് അവന് അങ്ങനെ ഒരു അസുഖമില്ല. ഓൾറെഡി അവന് 20 വർഷമായിട്ട് ഇങ്ങനെ ഒരു വൈകല്യം ഉണ്ട്. അത് മാനസിക അസ്വാസ്ഥ്യമൊക്കെ ഇടയ്ക്ക് കാണിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും വളരെ മിടുക്കനായ ഒരാളാണ്, നൃത്താധ്യാപകൻ എന്ന തരത്തിലേക്കൊക്കെ അറിയപ്പെടുന്നയാളാണ്, പരിപാടികൾ അവതരിപ്പിക്കുന്നയാളാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ള കുടുംബാംഗങ്ങൾ പറയുമ്പോൾ അതിൽ പോലീസ് കേസെടുക്കുന്നില്ല എന്നും അവർക്ക് ആക്ഷേപമുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ മുറിവുകളുണ്ട്, ചതവുകളുണ്ട് എന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ തെളിവുകളായി പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവുക? പോലീസ് എന്തുകൊണ്ടാണ് ഇതിൽ അലംഭാവം കാട്ടുന്നത്? താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? ഞങ്ങൾ എന്തായാലും കമ്മീഷണർക്ക് എന്തായാലും ഞങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ഞങ്ങൾ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഏത് ലെവലിലുള്ള പരാതികൾക്കും ഞാനും ആ കുടുംബവും കൂടെ എന്തായാലും അവർക്കൊപ്പം ഞാൻ ഉണ്ടായിരിക്കും. അതിന് ഏത് നിലവരെ ഞങ്ങൾ പോകും. ഞങ്ങൾ ചിലപ്പോൾ ആ പോകുന്ന വഴി ചിലപ്പോൾ ഞങ്ങൾ തോറ്റു പോകുമായിരിക്കും, എന്നാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. എന്താണ് ഈ ആശുപത്രി അധികൃതർ ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്? ആശുപത്രി ഇത് വർഷങ്ങളായുള്ള ആശുപത്രിയാണോ? ഇങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കുന്ന ഇടമാണോ ഇത്? 20 വർഷം കൊണ്ട് എന്റെ കുഞ്ഞ് അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ് എന്തായാലും. അതെ, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പരാതികൾ ഇതിന് മുൻപ് ഉയർന്നു കേട്ടതായി താങ്കൾക്ക് അറിയാമോ ഈ ആശുപത്രിയെ കുറിച്ച്? അതെ, മാമി പറഞ്ഞു എനിക്ക് അറിയാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, മഹേഷിന്റെ അമ്മ പറയുന്നത് ഇതിനു മുമ്പ് അവൻ അഡ്മിറ്റ് ആയ സമയത്ത് ഇതുപോലെ ഒരു കുട്ടി, ഇതുപോലെ മാനസികമായിട്ട് അസുഖമുള്ള ഒരു കുട്ടി അതിനകത്ത് തൂങ്ങി മരിച്ചതായിട്ട് ആണ് മാമി പിന്നെ അറിഞ്ഞത്. മാമി എങ്ങോട്ട് മരിച്ചെന്ന് അറിഞ്ഞ് അന്വേഷിച്ച് ആ കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴാണ് കുഞ്ഞ് ആ ഹോസ്പിറ്റലിനകത്ത് തൂങ്ങി മരിക്കുക ചെയ്തത്. അതെ, അപ്പോൾ ഇത് ഇത്തരത്തിലേക്കൊക്കെയുള്ള പരാതികൾ ഉള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ വിഷയമാണ്, ആ തരത്തിലൊരു ഇടപെടൽ വേണ്ടതുണ്ട് അല്ലേ? അതെ, എന്തെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു, പക്ഷെ ഇനിയും ആർക്കും അങ്ങനെ ഒരു കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു വിധി വരാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. എന്ന് വെച്ചാൽ ഇപ്പൊ നഷ്ടപ്പെട്ടത് നമുക്കാണ്. എങ്കിൽ പോലും ഈ ഹോസ്പിറ്റലിൽ ഇത്രയും എമൗണ്ട് പൈസ വാങ്ങിയിട്ട് ഇങ്ങനെ ഒരു പേഷ്യൻസുകൾക്ക് ഇങ്ങനെയാണ് അനുഭവമാണെങ്കിൽ നാളെ ഇതിനേക്കാൾ നിവൃത്തിയില്ലാത്തൊരു ഫാമിലിയിൽ ഒരാൾ വന്നിട്ട് ഇതെന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു
മുൻകൈ എടുത്തുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളത് മോഹി തന്നെയാണ് തീരുമാനിച്ചത്. പഞ്ചായത്ത് മെമ്പർ നിലയ്ക്ക് അതിന്റെ ഏത് ലെവൽ വരെയും ഏത് അറ്റം വരെയും പോകാൻ തയ്യാറെടുത്താണ് നിൽക്കുന്നത്. വളരെ നന്ദി സന്ധ്യ. വാർഡ് മെമ്പറാണ് സംസാരിച്ചത്. കല്ലിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പറാണ്. നൃത്താധ്യാപകൻ മഹേഷിനെ കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്നയാളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ കുടുംബം ആരോപിച്ചിട്ടുള്ളത്. ആശുപത്രിയിലെ ജീവനക്കാർ മർദ്ദിക്കുകയായിരുന്നു, അതിക്രൂരമായി മർദ്ദിച്ചു എന്ന് മഹേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് സഹോദരിയും അമ്മയും നമ്മളോട് പറയുകയാണ്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മുറിവുകളും ചതവുകളും ശരീരത്തിലുണ്ട് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ഡോക്ടറോട് ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ കൂടി ടെലിഫോൺ സംഭാഷണം ശബ്ദരേഖയും നമ്മൾ പുറത്തുവിട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.